നോ ടു ചിൽഡ്രൻ ഗെറ്റ് ദി സെയിം പേരൻസ്. നമ്മുടെ രണ്ട് കുട്ടികൾക്കും കിട്ടുന്നത് ഡിഫറെൻറ്റ് പേരൻസിന്. ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് കുട്ടിക്ക് കിട്ടുന്നത് ഒരു ബ്രാൻഡ് ന്യൂ മോമിനെയാണ്. എല്ലാത്തിനെയും കുറിച്ച് ഓവർ ചിന്തിക്കുന്ന, ഭയങ്കര ആങ്ഷ്യസ്, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള, എന്തെടുത്താലും ഗൂഗിൾ ചെയ്ത് ഫൈൻഡ് ചെയ്യാൻ നോക്കുന്ന ഒരു പേരൻ്റ് ആയിരുന്നു. എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരിക്കും നമുക്കപ്പോൾ. അതേസമയം നമ്മുടെ സെക്കൻഡ് കുട്ടിയാകുമ്പോഴത്തേക്ക് നമ്മളൊന്നുകൂടെ സീസൺഡ് ആയി, ട്രെയിൻഡ് ആയി, കുറച്ചുകൂടി ചിൽഡ് ഔട്ടായി. നമ്മളെ തന്നെ വിശ്വസിക്കാൻ പഠിച്ചു, നമ്മുടെ ഇൻറ്റ്യൂഷൻസിനെ വിശ്വസിക്കാൻ പഠിച്ചു. കുറച്ച് ടെൻഷൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിരിക്കാനും കളിക്കാനും കൂടുതൽ അറിയും. കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ കുട്ടിയായപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, രണ്ടാമത്തെ കുട്ടിയായപ്പോഴത്തേക്ക് എല്ലാം ചെയ്തു, അതുകൊണ്ട് എനിക്ക് എന്ത് സങ്കടം അറിയും. അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, കുറ്റബോധം തോന്നേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് അത് നമ്മുടെ തെറ്റല്ല. ആദ്യമായിട്ട് നമുക്കൊരു ചെറിയ കുട്ടീനെ കൈ കിട്ടുമ്പോൾ എത്ര തന്നെ ആൾക്കാർ സഹായത്തിനുണ്ടെന്ന് പറഞ്ഞാലും പകുതി മുക്കാലും കാര്യങ്ങൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടേ. അതിൻ്റെതായ കുഴപ്പങ്ങൾ ഉണ്ടാവുമല്ലോ. രണ്ടാമത്തെ ആളായപ്പോഴത്തേക്ക് നമ്മളും പഠിച്ചു പെർഫെക്റ്റ് പേരൻ്റ് ആവുന്നതിലല്ല, ഒരു പ്രസന്റ് പേരൻ്റ് ആവുന്നതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓൾസോ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ എല്ലാ കുട്ടികളെയും നമ്മൾ വളർത്തുന്ന എൻവയൺമെന്റ് സർക്കംസ്റ്റൻസസ്, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് എല്ലാം വേറെ ആയിരിക്കും, ഒരേ വീട്ടിലാണെങ്കിൽ പോലും. ഇപ്പം എൻ്റെ രണ്ട് കുട്ടികൾക്കും കിട്ടിയത് എൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് വേർഷൻ ആണ്. ബട്ട് ഇതിലെല്ലാം ഒരു കാര്യം കോമൺ അല്ലേ, നമുക്ക് അവരോടുള്ള സ്നേഹം. അതിലൊരു ഡിസ്കൗണ്ടും ഇല്ല. പണ്ട് അവരുടെ കൂടെ മര്യാദയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല, അവർക്ക് വേണ്ടി മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് ഇന്നും ഒട്ടും ലേറ്റ് ആയിട്ടില്ല. അതും കൂടെ കുട്ടികൾ എത്ര വലുതായാലും അല്ലേ.